ആയുസ്സും ആരോഗ്യവും ഉറപ്പാക്കൂ. കുറഞ്ഞ നിരക്കിൽ ഹെൽത്ത് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. കൃത്യത, വേഗത, മിതമായ നിരക്ക്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനം ഇവിടെ ലഭ്യമാണ്. മെഡോറ ക്ലിനിക്കൽ ലബോറട്ടറി, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. സ്വകാര്യ ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആംബുലൻസ് ഡ്രൈവർ ഷാജഹാൻ പാത്തിപ്പാറ അറിയിച്ചു. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആംബുലൻസ് ദിവസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ കോവിലകത്തുമുറി സ്വദേശിയായ ശ്യാം സുന്ദർ എന്നയാൾക്ക് കൈമാറിയിരുന്നുവെന്നും എന്നാൽ വാഹനത്തിന്റെ ആർസി ഇപ്പോഴും തന്റെ പേരിലാണെന്നും ഷാജഹാൻ പറഞ്ഞു. ആംബുലൻസിൽ ഒരു കൽവിളക്ക് രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ വാഹനം തടയുകയും പോലീസ് സ്ഥലത്തെത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കൽവിളക്ക് കൊണ്ടുവന്നതിന് നിയമപ്രകാരമുള്ള 3000 രൂപ പിഴ അടച്ച ശേഷം വാഹനം വിട്ടു നൽകി. പിന്നീട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വാഹനം സ്റ്റേഷനിലെത്തിച്ചെങ്കിലും എല്ലാ നിയമ നടപടികളും പാലിച്ചിരുന്നതിനാൽ വാഹനം തിരിച്ചു നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ആംബുലൻസിൽ വ്യാപകമായി കഞ്ചാവ് കടത്തുന്നുവെന്ന തരത്തിൽ വീഡിയോയും സന്ദേശങ്ങളും സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചതായി ഷാജഹാൻ ആരോപിച്ചു. വീഡിയോ കാണിച്ചുതരാം. രോഗിയെ കടത്തുന്ന സ്ട്രെച്ചറിൽ സംഭവം നിലമ്പൂർ ബോഡിയുടെ ഷേപ്പിൽ സ്ട്രെച്ചറിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന പരിശോധനയിൽ ആംബുലൻസിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് പിടിച്ചെടുത്തു. ഇങ്ങനൊരു ഫേക്ക് വീഡിയോ ചെയ്തിട്ട് എന്നെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ വണ്ടിയെ സഹായിച്ച ഇദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു വ്യക്തിനെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്ത ഷൊർണൂരുള്ള വ്യക്തിയാണൊന്ന്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ സ്റ്റേഷൻ വക്കീൽ മുഖാന്തരം നമ്മളതിൻ്റെ നമുക്ക് സമൂഹത്തിന് അവഗണിച്ചതിനെതിരെയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ ഈ വീഡിയോ ചെയ്ത വ്യക്തികൾക്കെതിരെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിയിലേക്കും പോകുന്നതാണ്. ഇതിപ്പോൾ എന്നെ, എൻ്റെ കുടുംബത്തെയും ഈ വണ്ടി ഏറ്റെടുത്ത് സഹായിക്കാൻ വന്ന ഇദ്ദേഹത്തെ അടക്കം സമൂഹത്തിന് അവഗണിച്ച് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തതിന് എല്ലാ അംഗീകാരം മേടിച്ചൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു ഫേക്ക് ചെയ്ത് എന്നെയും എൻ്റെ കുടുംബത്തെ അവഗണിച്ചതിനെതിരെ നിയമ പോരാട്ടത്തിന് പോകാമെന്നുള്ള മുന്നോട്ട് നടപടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം സമൂഹത്തിന് ഒന്നടങ്കം ഇതിൻ്റെ നിജസ്ഥിതി സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഷൊർണൂർ സ്വദേശിയായ ഒരാളാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും ഇത് തനിക്ക് മാത്രമല്ല മറ്റ് ആംബുലൻസ് ഡ്രൈവർമാർക്കും അപകീർത്തിയുണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ സൈബർ സെല്ലിലും നിലമ്പൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ടെന്നും വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും ഷാജഹാൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വാഹനം വാങ്ങിയ ശ്യാം സുന്ദർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.